Come? 早上好， Come stai? 你怎么样？ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് കാരണം വെറുതെ ഒരു തേരാപാര നടത്താം കാലത്ത്. നിങ്ങൾ മെയ് 1 ആയതുകൊണ്ട് കുറേ കടകളൊക്കെ മുടക്കായിരിക്കും. സ്ഥാപനങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. കുറേ ഷോപ്പുകളൊക്കെ ഉച്ചവരെ ഉണ്ടാവും. എന്തായാലും അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയടിച്ച് കാണാം. സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കടകളിലൊക്കെ ഒന്ന് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു. അവിടുത്തെ കാഴ്ചകളൊക്കെ ആക്കുന്നു. ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നത് ഇവിടെ ബ്രെഡ് വിൽക്കുന്ന കടയാണ്. ഇവിടെ പാനയെന്നാണ് പറയാം. പാന മേടിക്കാൻ നിൽക്കണതാണ് ഈ കാണുന്നത്. കൊറോണ ബാധിച്ചുകൊണ്ട് എല്ലാവരും ക്യൂ ഒക്കെ നിന്ന് അത് മേടിക്കാൻ നിൽക്കുകയാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഇഞ്ചൊരെണ്ണം. ഇത് നമ്മളിവിടെ നാട്ടിൽ കാണാത്ത അതെന്ന് വെച്ചാൽ ചെറിയ സൂപ്പർ മാർക്കറ്റിലൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ചീസിൻ്റെ ഒരു ഐറ്റമാണ്. ഇതൊക്കെ ഇറച്ചിയുടെ ഐറ്റംസാണ്. ഡയറക്റ്റ് നമുക്ക് കഴിക്കാം. ഇതാണൊന്ന് കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന പാന എന്ന് പറഞ്ഞ സാധനം. ബ്രെഡ് ഇതും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയാണ്. സലാമ എന്ന് പറഞ്ഞ സാധനമൊക്കെയാണത്. നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. ഇത് വേവിച്ചെടുത്തേക്കണതാണ്. ഇതാണ് ചീസ് പൗഡറുകൾ. ഇവിടെ പറയുക ഫോർമാലിയോ എന്നാണ്. Prego, prego.
ഇവിടെ ബീറുകൾക്ക് നല്ല ഓഫറൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂടായി തുടങ്ങിയത് വരില്ല, ബീറിനൊക്കെ സ്പെഷ്യൽ ഓഫർക്ക് വെച്ചേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ഐറ്റംസും കിട്ടും, ആൽക്കഹോള് എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇത് ബീറിന് ഓഫറുകളുണ്ട്. സ്പെഷ്യൽ ഓഫറുകളൊക്കെ കേട്ടോ. മിലാസിലൊരു ചൈനക്കടയിൽ കയറിയേക്കാം കേട്ടോ. ഇവിടെ കിട്ടാത്ത ഒരു എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ഡ്രസ്സ് ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ചൈനക്കാരില്ലാത്ത സ്ഥലമില്ല എന്ന് പറയാം. പണ്ട് നമ്മൾ മലയാളീസിൻ്റെ പേര് പറയാറ്. ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇവിടെ മിലാസോയിലുള്ളതിൽ ഒരുവിധം വലിയ ഷോപ്പാണിത്. ഡ്രസ്സ് ഐറ്റംസ് മാത്രമല്ല, ബാക്കി എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും. പണ്ട് കാലത്ത് മലയാളീസാണ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നറിയാം. ഇപ്പോൾ ചൈനക്കാരില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഇവരൊക്കെ കൂടുതലും വന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അത് മാത്രമല്ല, ഇവരുടെ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ആൾക്കാർ മാത്രമായിരിക്കും ജോലി ചെയ്യേണ്ടാവുക. പുറമേ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യേണ്ടാവില്ല. മലയാളികളോട് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന സംഭവങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന മറ്റുള്ള ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോൾ പൈസ കുറവായിരിക്കും. ഇറ്റാലിയൻസും ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഇവിടെ 1-ാം തീയതി മുടക്കൂസ് ആയതുകൊണ്ട് പുറത്തേക്ക് വലിയ ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇതുപോലത്തെ ഒരു 6-7 ഷോപ്പങ്ങാണ്ട് ഇപ്പോൾ ഈ ചെറിയ പട്ടണത്തിൽ തന്നെയുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണിത്. Domani non viene, anche ieri eravamo sempre. ഇപ്പോഴും ഇവിടെ ഓഫർക്ക് ഉണ്ടായിരിക്കും. ഓഫർക്ക് മീൻസ് ഓഫറുകളുണ്ടായിരിക്കും ഇവിടെ, സ്പെഷ്യൽ ഓഫറുകൾ. ഇപ്പോൾ ചൂടിൻ്റെ സമയം തുടങ്ങാൻ പോകുന്നതിൻ്റെ പേരിൽ ആ സമയത്തേക്കുള്ള ഡ്രസ്സുകളിലൊക്കെ ഓഫറൊക്കെ ഉണ്ടാവും. കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് കിട്ടുന്നത്. ഇത് ചൈനീസ് ഐറ്റംസ് അല്ലാതെ ഇവിടെ മെയ്ഡ് ഇൻ ഇറ്റലിയുടെ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. ഈ ഉടുപ്പിനൊക്കെ ഇവിടെ 9 യൂറോ ആണ്. ഒരു മലയാളി ചേട്ടൻ സാധനങ്ങൾ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ എന്ത് പിടിക്കാനെന്നാണ്? ഷർട്ടാണോ?
ആ ആള് സമ്മർ ആയതുകൊണ്ട് ആള് അതിന് പറ്റിയ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കണം ആള്. അമ്മ സ്ക്രീൻ ഇത് മാറ്റിയ ആൾക്കാരൊന്ന് കാണട്ടെ. മലയാളി ആയതുകൊണ്ട് കൊറോണ പേടിക്കണ്ട, എനിക്ക് കൊറോണ ഇല്ല. ആ എൻ്റെ പേരെന്നിട്ട്? എൻ്റെ പേര് ജിജോ. ജിജോ എവിടെ സ്ഥലം? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി കറകച്ചാറ്. ആ കോട്ടയം. ആ ഇവിടെ എത്ര ആളായി ഇപ്പോൾ? ഇവിടെ ഇപ്പം 10 വർഷത്തോളമായി. 10 വർഷമായി. ആ ഫാമിലി ഉണ്ടോ ഇവിടെ? ഫാമിലി ഇപ്പം നാട്ടിലാണ്. ആ ഇപ്പോൾ നാട്ടിലാണ്. ഓക്കെ അപ്പോൾ എന്നാൽ സെലക്ഷൻ നടക്കട്ടെ. ഓക്കെ താങ്ക്സ്. ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ടാവും. മലയാളികൾ കൂടുതൽ വരും ഇവിടെ. ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാണ് ഇവിടെ ഉള്ള. ഏറ്റവും മലയാളികൾ എല്ലാവരും ഇവിടെ എത്തും. ഈ പരിസരത്തുള്ള മലയാളീസ് എല്ലാവരും ഇവിടെ എത്തും. ഞാൻ നേരത്തെ പറഞ്ഞ താരതമ്യേന മറ്റുള്ള ഷോപ്പുകൾ, ഇറ്റാലിയൻ ഷോപ്പുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൈസ കുറവായിരിക്കും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന സാധനങ്ങളുണ്ടാവും ഇവിടെ. അത് ഡ്രസ്സായാലും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയാലും എന്ത് സാധനമായാലും. വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ ബെർമോഡയ്ക്ക് 12 യൂറോ ആണ്. ഇവിടെ ഇതിനെ പന്തലോൺചീനി എന്നെന്താ പറയുക. ഈ ടീഷർട്ട് 10 യൂറോ. ഇതൊക്കെ 10 യൂറോൻ്റെ ടീഷർട്ടാണ്. ഇതിനെൻ്റെ ഷർട്ട് 15 യൂറോ. ഇതിനും 10 യൂറോ. €12. പാൻറ്റൊക്കെ റേറ്റ് കുറവുണ്ടോ? കുറവുണ്ട്. മോഡൽസ് കുറേ ഉണ്ട്. ആ മോഡൽസ് ഇപ്പോൾ ചൂടായതുകൊണ്ട് സമ്മർ സീസൺ അതിന് വന്നിട്ടുണ്ടല്ലോ അല്ലേ? പുതിയ മോഡൽസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ആ Insomma, come stai così? ഓക്കെ ഓക്കെ. Prego. €7,50. Offerta non c'è? Queste mascherine non sembra prezzo fisso. ഇത് മിലാസോയിലുള്ളൊരു ബംഗ്ലാദേശി കടയുണ്ടത്. ഇവിടെ മലയാളികളൊന്നും സാധനങ്ങളൊക്കെ മേടിക്കണതാണ്. മലയാളിക്ക് വന്നിട്ട് കപ്പ, ഏത്തപ്പഴം, ഉണ്ടക്കായ, പച്ചക്കായ, ചീര, നാളികേരം, പിന്നെ ചേമ്പ്,